ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ആഴമേറിയ മഹത്വം വെളിപ്പെടുത്തുന്നൊരു വാക്യഭാഗമാണ്. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള 18 വാക്യങ്ങൾ. അതിന് പേര് കൊടുക്കണം ഹൈ ക്രിസ്റ്റോളജി, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. അടുത്ത വാക്യമാണ് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വായിപ്പിക്കാത്തത് കൊണ്ട് വാക്യത്തെ നിങ്ങൾ അവഗണിക്കരുത്, പരിഗണിക്കണം. ആ വാക്യങ്ങൾ കുറിക്കാൻ വേണ്ടി ഞാൻ തഞ്ചമായി പറയുക. എഫെസ്യ ലേഖനം 1:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ പറയുന്നത് ക്രിസ്തു സത്യ ദൈവമാണ് എന്നതാണ്. ആ ദൈവമാണ് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തതെന്നാണ് പറയുക. എഫെസ്യ ലേഖനകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ക്രിസ്തുവിലേക്ക് വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് സ്വോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. മരിച്ചുപോയി എന്ന് യഹൂദന്മാർ വിധി എഴുതിയ, റോമാ ഗവൺമെന്റ് വിധി എഴുതിയ, ക്രിസ്തു വിരോധികളായിരിക്കുന്ന ആളുകൾ, അപ്പോസ്തല വിരോധികളായിരുന്ന ആളുകൾ വിധി എഴുതിയ ആ അവസ്ഥ, കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് റൂമാലും ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് വൈദ്യവിധി പ്രകാരം അഖിലും മൂറും കൊണ്ടുള്ള സുഗന്ധക്കൂട്ടിട്ട് കഴിഞ്ഞ പിന്നീട് പെട്ടി തുറക്കാൻ പറ്റില്ല, കല്ലും കൂടെ ഉരുട്ടി വെച്ച് 8 ടൺ ഭാരമുള്ള കല്ല്, അതോടെ തീർന്നു എന്നാണ് കരുതിയത്. അതോടെ തീർന്നു എന്ന് കരുതി. പക്ഷേ അങ്ങനെ തീർന്നില്ല. അവിടെ നിന്ന് കർത്താവ് ഉയർത്തു വന്നു. അവനെ എവിടെയാക്കിയോ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് രാത്രി ഞാനൊരു തത്വം നിങ്ങളോട് പറയാം, ഒരു സത്യം നിങ്ങളോട് പറയാം. ആ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മെ ചിലതിന് ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മെ ഇട്ട് തകർക്കുന്ന, തളർത്തുന്ന, നമ്മെ കുച്ചുവിലങ്ങിട്ട് വ്യാപരിപ്പിച്ച് നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ് ദുർമന്ത്രവാദ ശക്തിയുടെ കെട്ടുപാടിനകത്ത് നമ്മളെ കുരുക്കിയിടുവാൻ ദുഷ്ടശക്തി ശ്രമിക്കുമ്പോൾ എഫെസ്യ ലേഖനം 1:20 വാക്യം മറക്കരുത്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മെ ചില പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഇരിക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും അതേപോലെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും കേട്ടോണം. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് താങ്കളുടെ പോക്കറ്റിലെ റിയാലോ ദീർഘമോ യൂറോയോ ഡോളറോ ഒന്നുമല്ല, താങ്കളിൽ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. അത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, ദുഷ്ടശക്തിയുടെ അടങ്ങെന്ന് പറയാൻ വേണ്ടിയും കൂടെയാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? തച്ചന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ദുർമന്ത്രവാദ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ കടക്ക് പുറത്ത് എന്ന് പറയാനും കൂടിയുള്ള ശക്തിയാണത്. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, തളർത്താൻ ശ്രമിക്കുന്ന നിന്റെ തലമുറയ്ക്ക് എഴുന്നേറ്റം ഉണ്ടാക്കാതിരിക്കേണ്ടതിന് വല്ലാത്ത പണിപ്പാട് ചെയ്യുന്ന, ദുഷ്ടവ്യാപാരത്തോട് അടങ്ങാൻ പറയുന്ന, എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയുന്ന, എൻ്റെ കാമ്പൗണ്ടിന് വെളിയിൽ പോ എന്ന് പറയുന്ന, അതിന് നീ വേറെ ആരെയും വാടകയ്ക്കെടുക്കണ്ട, നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ശക്തി കൊണ്ട് ദൈവത്തിനത് കഴിയും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ രാത്രി ഒരു വലിയ വിടുതൽ വ്യാപരിക്കണം. ചിലതിന് ഇടയിൽ നിന്ന് ജീവിതങ്ങൾ പുറത്തു വരാനിടയാകണം. ചില കെട്ടുപാടിനെ പൊട്ടിച്ച് ചില ജീവിതങ്ങൾ പുറത്തു വരണം. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന, നിന്നെ അടച്ചിടാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വ്യാപാരമുണ്ട്. അതാണ് എഫെസ്യ ലേഖനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി, ഏതെങ്കിലും 1-2 സംഗതികളിലല്ല, അവനെ ഏറ്റവും ഉയർത്തി പിതാവിന്റെ വലഭാഗെ ഇരുത്തി ജീവനായ ദൈവത്തിന്റെ സഭയുടെ തലയാക്കി അവനെ വെച്ചു. ആ ശക്തി വ്യാപരിപ്പിച്ച ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് എഫെസ്യ ലേഖനം 1:20 മുതൽ 23 വരെ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിടുതൽ ആഗ്രഹിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ വിടുതൽ നടക്കും. നിങ്ങൾ ഏത് രോഗിയെ പരിചരിച്ചിട്ടാണോ വന്നത്, ആ രോഗിക്ക് വിടുതൽ സംഭവിക്കാനിടയാകും. നീ വിഷമിക്കുന്നതിൻ്റെ സാമ്പത്തിക മണ്ഡലത്തിലൊരു വിടുതൽ, അതിനിടയിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ട് വരാൻ കഴിയുന്നൊരു ശക്തി ഈ പന്തലിനകത്ത് വ്യാപരിക്കുകയാണ്. ഒരു തുള്ളി മഴ പോലും പെയ്യാതെ ഇന്ന് രാത്രി ദൈവം ഈ യോഗത്തെ ധന്യമാക്കിയത് ഈ ശക്തിയുടെ വ്യാപാരത്തെ ഇവിടെ ഈ വേദിയിൽ നിന്ന് അങ്ങ് പുറത്തേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യാപരിപ്പിക്കേണ്ടതിന് വേണ്ടിയാ. വീട്ടിൽ ചെല്ലുമ്പോൾ ചില വിടുതലുകൾ അനുഭവിക്കാനിടയാകും. വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. സമയം നോക്കണ്ട. ഈ രാത്രിയിൽ ദൈവശക്തിയുടെ വ്യാപാരം ഈ ദേശത്തുണ്ടാകുക. ഈ മണ്ണ് എൻ്റേതാണെന്ന് വാദിക്കുന്ന ചില പോരുകളുണ്ട്. ഇവിടുത്തെ കുടുംബങ്ങൾ എൻ്റേതാണെന്ന് വാദിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് വെട്ടി മാറുകയാണ്. ഇന്ന് രാത്രി ആ ചങ്ങല അഴിഞ്ഞു മാറുകയാണ്. ചില ശരീരത്തിൽ നിന്ന് അന്ധകാര ശക്തി പുറത്തു പോകുകയാണ്. ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുകയാണ്. നിന്നെ ചിലതിന് ഇടയിൽ നിന്ന് പൊക്കാൻ
യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓൺലൈനിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഏൽപ്പിച്ചു കൊടുത്ത് വെറുതെ കേൾക്കാനിരിക്കരുത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വചനത്തോടൊന്ന് ഏകീഭവിക്കാൻ നിൽക്ക്. അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊരു വിടുതൽ വ്യാപരിക്കുകയാ. യേശുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വം. Thank you, Jesus. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹൈ ക്രിസ്റ്റോളജിയാണ്. എഫെസ്യ ലേഖനം 1:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആ 23-ാം വാക്യത്തിലൊക്കെ കയറി തൊട്ടാൽ ഇന്ന് രാത്രി സമയത്ത് വീട്ടിൽ പോക്കൊണ്ടാകത്തില്ല. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവനെ നമുക്ക് തന്നിരിക്കുകയാണ്. എവിടാ ശൂന്യത? എവിടാ ശൂന്യത? പോക്കറ്റാണോ? എവിടാ ശൂന്യത? ശുശ്രൂഷിക്കുന്ന സഭാ ഹോളാണോ ശൂന്യമായിരിക്കുന്നത്? അത് നിറയ്ക്കാൻ കഴിയുന്ന ഒരുവനാ കർത്താവൻ. ഏറിയ നാളുകളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഒത്തിരി പണം ചെലവഴിച്ച് ഒത്തിരി വിതച്ചിട്ടും ഒരാത്മാവ് പോലും പുതുതായി കയറുന്നില്ലെന്നുള്ള പരാതിയാണോ? നിറയ്ക്കുന്നവന്റെ നിറവായവന തലയായത്. ആ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. നടത്തിയ യോഗങ്ങൾ, കൊടുത്ത ട്രാക്റ്റുകൾ, കയറിയിറങ്ങിയ വീട്ട് സന്ദർശനങ്ങളും ആത്മാക്കളായി പരിണമിക്കുന്നില്ലല്ലോ എന്നുള്ള വേദന നെഞ്ചകത്തിനകത്ത് വിങ്ങാൻ തുടങ്ങിയിട്ട് കാലമൊത്തിരിയായി. കർത്താവ് നിറയ്ക്കാൻ പോകുക ഈ ദിവസങ്ങളിൽ. 2023-ാം ആണ്ട് തീരുന്നതിന് മുൻപ് ചില ദിവസങ്ങളുടെ ബാക്കിയുണ്ട്. ചില പുതിയ ആത്മാക്കളെ കൂടെ കാണാൻ ദൈവം കൃപ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ സ്തോത്രം പറയിപ്പിക്കാനുള്ള വാചകമല്ല. ആത്മനിറവോടെ ഇന്ന് രാത്രി പ്രഖ്യാപനം ചെയ്യുന്നു. നെഞ്ചിന്റെ വിങ്ങല് മാറ്റി ചില ആത്മാക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കാൻ പോകുക. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായവൻ. യെസ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ ഇന്ന് രാത്രി? അത് ഹൈ ക്രിസ്റ്റോളജിയാണ് കേട്ടോ. ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കണ്ടേ. ഈ വേദഭാഗങ്ങളൊക്കെ നന്നായി ധ്യാനിക്കുമ്പം അകത്തേക്ക് വ്യാപരിക്കപ്പെടുന്നൊരു ക്രിസ്തു പരിജ്ഞാനമുണ്ടല്ലോ. അതെത്ര സുഖമുള്ളതെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഷുഗറിന് ഗുളിക കഴിക്കുന്നതിനേക്കാൾ, പ്രഷറിന് ഗുളിക കഴിക്കുന്നതിനേക്കാൾ, അരിഷ്ടം കഴിക്കുന്നതിനേക്കാൾ, ലേഹ്യം കഴിക്കുന്നതിനേക്കാൾ 2 പ്രാവശ്യം എഫെസ്യ ലേഖനം 1:19-23 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കിക്കേ. ചാടി എഴുന്നേക്കും. നീ സ്വോത്രം പറയുന്ന ഇരുന്നോണ്ടായിരിക്കത്തില്ല. ചാടി എഴുന്നേറ്റ് സ്വോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. കാരണം നിറയ്ക്കുന്നവനാ നമുക്ക് കൈ തന്നത്. ശൂന്യമാക്കുന്നവനല്ല, നിറയ്ക്കുന്നവനാ കൈ തന്നത്. അടച്ചിട്ടേക്കുന്നവനല്ല, തുറന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുന്നവനാ നമുക്ക് കൈ തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹൈ ക്രിസ്റ്റോളജിയുടെ 3-ാമത്തെ വാക്യം കേൾക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഹൈ ക്രിസ്റ്റോളജിയ. ദൈവമായിരുന്നവൻ ദൈവത്വം മാറ്റിവെച്ച് ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി തിരുവവതാരം ചെയ്തു. പരമയാഗമായി മാറി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ഏക അവതാരം എന്ന് പറയുന്നത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? തല്ലാനും കൊല്ലാനും ചോര വാങ്ങാനും വന്നതല്ല യേശു. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കീശയിലെ കാശ് പിടുങ്ങാൻ വന്നതല്ല. അവിടെ ഇവിടങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാഞ്ചിക നിറയ്ക്കാനുള്ള ഉപാധിയുമായി വന്നതല്ല യേശു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും യാതൊരു വ്യവസ്ഥ കൂടാതെ നമുക്ക് തരാൻ വന്നവനാ. തൻ്റെ ചോര അല്പമല്ല, അവസാനത്തെ തുള്ളിയും കൂടെ നമുക്ക് തരാൻ വേണ്ടി വന്നതാ. ആ വിവരത്തെക്കുറിച്ച് പറയുക. 2-ാം അധ്യായം 6 മുതൽ 8 വരെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. കേട്ടോണം, നാട്ടുകാർ കേട്ടോണേ. യേശുവിനെ ആരും ഓടിച്ചിട്ട് പിടിച്ച് ക്രൂശിച്ചൊന്നുമല്ല. പന്തവും കുന്തവും വാളും വടിയുമൊക്കെയായി വന്നവർ തെരഞ്ഞ് പരതി വന്നപ്പോ അവർ ഉയർത്തിപ്പിടിച്ച പന്തത്തിന്റെ വെട്ടത്തിലോട്ട് കയറി നിന്ന് നെഞ്ചു വിരിച്ച് എൻ്റെ പ്രാണനാഥൻ ചോദിച്ചു, ആരെ തിരയുന്നു? ആരെയാ തിരയുന്നേ? അവര് പറഞ്ഞു, സർ ഞങ്ങൾ യേശുവിനെ തിരയുക. എൻ്റെ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മൾ ആരെങ്കിലും ആയിരുന്നേ പറഞ്ഞാൽ ആഹാ നിങ്ങൾ താമസിച്ചു പോയി, ഇതുവരെ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇതുവഴി അങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറഞ്ഞാൽ അവൻ പന്തവും കുന്തവും കൊണ്ട് അതുവഴി പോയേനെ. പക്ഷെ യേശു പറഞ്ഞത്, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്. എന്നെ ഡീസൻ്റ് എൻ്റെ കർത്താവെന്നറിയാം, എന്നെ മഹത്വമാ, അവൻ്റെ മാന്യത തന്നെ. അതിന് സ്വോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അവനെ തെരഞ്ഞു വന്നവരോടാ പറയുക. തെരഞ്ഞു വന്നത് കൊണ്ടുപോയി രാജാവാക്കാനൊന്നുമല്ല, കൊണ്ടുപോയി കൊന്നുകളയാനാ. മനസ്സിലായി? തല്ലുകയും കൊല്ലുകയും തുപ്പുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാ. അത് മുൻകൂട്ടി അറിയാവുന്ന പറയുക, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്.
അതുകൊണ്ട് അടി പിടി കലാശം കത്തിക്കും ചുട്ടുകളയും വെട്ടിക്കണ്ടിക്കും മുട്ടുകാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ കയറി ഓളിക്കാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രാണനാഥൻ ഓളിച്ചില്ല, അവൻ പിടി കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പാരമ്പര്യമുണ്ടല്ലോ, ആ ഒരു അനുഭവത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ. ചോദിച്ചു ആരെ തെരയുന്നു? അവർ പറഞ്ഞു നാസറേനായ യേശുവിനെ, അത് ഞാൻ തന്നെ. പിടി അങ്ങോട്ട് കൊടുത്തു. ദൈവമക്കളോട് മാത്രമായിട്ടൊരു കാര്യം പറയാം, അത് കേൾക്കാതെ പോകരുത്. ഏറെ നേരം പച്ചമണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ആ പ്രയോഗം മറക്കരുതൊരിക്കലും. മർക്കോസ് 14:35 അവൻ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ച്? നിലത്ത് സോഫ കമ്പട്ടയിലും MFM കുർലോൺ മെത്തപ്പുറത്തും ഒക്കെ ഇരുന്ന് ഒരു പഞ്ഞിത്തലനെടുത്ത് മടി വെച്ച് എൻ്റെ പ്രിയ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില പെന്തക്കോസ് ജീവികളുണ്ട്. ഭിത്തിയിലോട്ട് ചാരി ഇരുന്ന് ഒരു പഞ്ഞിത്തലനെടുത്ത് ഭിത്തിക്കും നമുക്ക് ഇടയിലും വെച്ചോണ്ട് കാലുമൊക്കെ നീട്ടിയിരുന്ന്, എൻ്റെ കർത്താവേ അറിയാമല്ലോ സന്ധി വേദനയാണ്, അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പൊറുക്കണേന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്ത് ദിവാങ്കോട്ടയിൽ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പുള്ളികളുണ്ട്. കസേരയിൽ ഈസി ചെയറിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സ്റ്റൈൽ കണ്ടു. ദ സ്റ്റൈൽ ഓഫ് ഹിസ് പ്രയർ. വീണ് പ്രാർത്ഥിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, ഏറ്റവും അവസാനം മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര ആളായിരുന്നു പറ? +2 +1 ഒക്കെ പറ. ഏറ്റവും അവസാനം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? കട്ടില ഇരുന്നല്ല, കസേര ഇരുന്നല്ല, അത് മുട്ട് മടക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നല്ലേ വീണ് പ്രാർത്ഥിക്കുന്നു. ഞാൻ രഹസ്യം നിങ്ങളോട് പറയാം, ആത്മീക രഹസ്യം മറക്കരുത് ഒരിക്കലും. യേശു പച്ചമണ്ണിൽ വീണ് പ്രാർത്ഥിച്ചു. എത്ര നേരമെന്നറിയില്ല, കാരണം വരാനിരിക്കുന്ന പ്രതിസന്ധി അത്രയ്ക്ക് ഭീകരമാണ്. ക്രൂശീകരണം. ഗത്സമനയിൽ പിടിക്കപ്പെടും, ഗബഥായിൽ തകർക്കപ്പെടും, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിനിടയ്ക്ക് പുറമടി ചുഴവിചാല് പോലെ കയറും, മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി കുത്തും, കാർക്കിച്ച് തുപ്പും, കോലുകൊണ്ട് തല തല്ലി പൊളിക്കും. അതിലെല്ലാം അപ്പുറം മാനസിക ആക്രമണമാണ്. പ്രവചിക്ക് കള്ളപ്രവാചകൻ എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം നേർക്ക് നേരെ നിന്നുകൊണ്ട് ഇതെല്ലാം സഹിക്കാനുള്ള ചാർജിങ് ആണ് ഈ വീണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയാം, മുൻപിലുള്ള പ്രശ്നം വലുതാകട്ടോ അച്ഛാ, സാധാരണ പ്രാർത്ഥന നിർത്തിയിട്ട് വീണ് പ്രാർത്ഥിക്കുക. മോളെ, നിന്റെ ഭാവിയുടെ തടസ്സം വലുതാകട്ടോ, നീ പ്രാർത്ഥിക്കുന്ന സ്റ്റൈലൊന്ന് മാറ്റി വീണ് കിടന്നൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. വിസ്മയകരമായ ചില സംഭവങ്ങൾ കർത്താവ് ചെയ്യും. സഭയ്ക്കെതിരെയുള്ള പ്രതിസന്ധി വലുതാകാൻ പോവുക കേട്ടോ. വ്യക്തിപരമായ വെല്ലുവിളികൾ വലുതാകാൻ പോവുക. മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതെങ്കിലും പാർട്ടിയോട് ഒട്ടി നിൽക്കുകയോ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനയുടെ ഇതുവരെയുള്ള സ്റ്റൈല് മാറ്റിയിട്ട് നിലത്തൊട്ടൊന്ന് വീഴാൻ തയ്യാറായാൽ ശുശ്രൂഷ അടക്കം ദൈവം ഉയർത്തിക്കൊണ്ടുവരാനിടയാകും. വ്യക്തമായ മറുപടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. അങ്ങനല്ലേ വായിക്കുന്നത്? മർക്കോസ് 14:35 അങ്ങനെ വായിക്കുന്നവൻ നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ ഈ പന്തവും കുന്തവും വാളും വട്ടിയുമായിട്ടൊക്കെ വരുന്നത്. ആ വെട്ടത്തിലൂടെ കയറി നിന്നുകൊണ്ട് ഒരൊറ്റ ചോദ്യം, ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയും. അത് ഞാൻ തന്നെ. ആ തോട്ടത്തിൽ മുഴങ്ങിയൊരു ശബ്ദമാണ്, ഞാൻ തന്നെ. ഞാനെന്ന ശബ്ദം ഭയങ്കരമാണ്. ജയ സൗണ്ട്സിൻ്റെ മൈക്രോഫോണിലൂടെ അത് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ഫലസ്തീനായി മുഴുവനും നടുങ്ങിയേനെ. എന്നിട്ടും അവർ കേട്ട് നടുങ്ങി. നിങ്ങൾ ആരെ തിരയുന്നു? യേശുവിനെ തിരയുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ മാത്രം എന്തോ സംഭവിച്ചു? അവർ പിൻവാങ്ങി നിലത്തു വീണു. യോഹന്നാൻ 18:6 വാക്യം. മർക്കോസിൽ അത് പറയുന്നില്ല. യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ വ്യക്തമായി പറയുന്നു. യോഹന്നാൻ എഴുതുന്ന എഴുത്തിൻ്റെ എല്ലാം പിന്നിലെ ഉദ്ദേശം യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താനാണ്. യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷനാണത്. അത് ഞാൻ തന്നെ എന്നവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണുപോയി. യോഹന്നാൻ 18:6. അപ്പം മർക്കോസ് 14:35 യോഹന്നാൻ 18:6 കൂടെ സങ്കലിപ്പിക്കണം. ഇനി അതിനകത്ത് ദൈവമക്കളുടെ ഒരു ആലോചന ഞാൻ പറയാറുണ്ട്. ദൈവാത്മാവിനെ നിർബന്ധിക്കുന്ന ഒരു ആലോചന പറയാം. ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരാ? പറ. ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരാ? യേശു. ഇപ്പൊ വീണ് കിടക്കുന്ന ആരാ? പിടിച്ചു കൊണ്ടുപോകാൻ വന്നവർ. എന്തോ മനസ്സിലായി? നെയ് പോലെ തെളിഞ്ഞു പൊങ്ങി വരുന്ന ഒരു ആത്മീയ ചിന്ത കിട്ടിയോ നിങ്ങൾക്ക്? പ്രാർത്ഥനാ മുറിയിൽ നീ വീഴാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ വീണിരിക്കും. ഉയർന്നു നിൽക്കുന്ന കോട്ടകൊത്തളങ്ങൾ, ഗോപുരങ്ങൾ, എല്ലാവിധമായ പ്രതിസന്ധികളും നിന്റെ മുമ്പിൽ അടപടലെ വീഴും.
എത്ര മന്ത്രവാദി ചെയ്ത കുരുക്കാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും നിലത്ത് വീണെന്ന് പ്രാർത്ഥിച്ചെഴുന്നേക്ക്. നീ എഴുന്നേൽക്കുന്ന മാത്രയിൽ ശത്രു നിന്റെ മുമ്പിൽ വീണിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വളരെ നിഗൂഢമായി മന്ത്രവാദം ചെയ്യുന്ന, വളരെ നിഗൂഢമായി ആഭിചാരം ചെയ്യുന്ന, ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം അണ്ടർഗ്രൗണ്ടിലൂടെ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, നിന്നെ പാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, നിന്റെ തലമുറയെ അങ്ങ് വിദേശത്തുനിന്ന് ഇവിടെ മടക്കി വരുത്താൻ ശ്രമിക്കുന്നു, നിന്റെ ധനാഗമനത്തിന്റെ വഴികൾ മുഴുവനും അടയ്ക്കാൻ ശ്രമിക്കുന്നു. ഏതു വലിയ വേദത്തിൽ ആശ്രയിച്ചിട്ടാണെങ്കിലും നിലത്തൊന്ന് വീണ് പ്രാർത്ഥിക്കുക സുഹൃത്തേ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ഇത് പറയുന്ന ആത്മീയ ചിന്ത നിരുപാധികം ഏറ്റെടുക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. ഇന്ന് രാത്രി ദേശം അറിയട്ടെ, ഈ ദിവസങ്ങൾ നീ വീണ് കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കൽ വഴിത്താര ജനം അറിയട്ടെ, ദേശം അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ചില കോട്ടകൊത്തളങ്ങളെ ദൈവം തൊട്ടു തുടങ്ങിയിട്ടുണ്ട്. ഉയർന്നു നിന്നാടുന്ന ചില പത്തികൾ ആണഞ്ഞ് താഴെ വീഴാൻ പോവുക. ഉയർന്നു നിൽക്കുന്ന ചില വെല്ലുവിളികൾ, അതിന്റെ വാദങ്ങൾ, പ്രതിവാദങ്ങൾ, ഓ ഹല്ലേലൂയ, ഇടിഞ്ഞ് തകർന്ന് വീഴുകയോ. Glory to God, hallelujah. വിശ്വസിക്കുന്നവർക്ക് മാത്രം സ്തോത്രം പറയാം. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യെസ്. തിരുവവതാരത്തിന്റെ മഹനീയമായിരിക്കുന്ന സമർപ്പണം വിനീത വിധേയനായി നിന്നുകൊണ്ട് എൻ്റെ യേശു ചെയ്ത വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ വിവരണമാണ് ഹൈ ക്രിസ്റ്റോളജിയിൽ ഫിലിപ്പിയർ 2 അധ്യായം 6 മുതൽ 8 വരെ. 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ, ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെ ഹൈ ക്രിസ്റ്റോളജിയുടെ വേറൊരു ഭാഗമാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമ. ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ പറയുന്ന വാക്യങ്ങൾ. വായിപ്പിക്കാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 6 മുതൽ 8 വരെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, 9 മുതൽ 11 വരെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. ദൈവം അവനെ സകലത്തിനും മീതെ, മീതെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടൊരു സ്വോത്രം, കുഞ്ഞു സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും 1-2 വകുപ്പിന് മീതെയല്ല, സർവത്തിനും മീതെ, സർവത്തിനും മീതെ. സകല കർത്തൃത്വങ്ങളും കീഴടങ്ങി അവന്റെ പാദത്തിങ്കൽ പ്രണമിക്കത്തക്ക നിലയിൽ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആ കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ കർത്താവിനെ വിശ്വസിച്ച് ആശ്രയിച്ച് അനുസരിച്ച് ആരാധിച്ചു പോകുന്ന നമ്മൾ ഒരുമാതിരി ചത്തേ ചതഞ്ഞ് ഒടിഞ്ഞ് വളഞ്ഞെന്നും പറഞ്ഞ് എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിപ്പോകരുത്. ആ അഭിമാനത്തോടെ നിൽക്കണം. ഈ കർത്തൃത്വത്തിൻ്റെ മഹത്വമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്ന് മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്. ഈ കർത്താവുമായിട്ട് കൈ കൊടുത്തവരുടെ ആരുടെ മുഖത്ത് നോക്കി ഒരു പഞ്ഞവും ആരും അറിയരുത്. അഭിമാനത്തോടെ നിന്നോണം. എന്താ കാര്യം? കർത്താവ് എനിക്ക് സ്വന്തം, എനിക്ക് കർത്താവ് തുണയാണ്. പൗലോസിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. പൗലോസിൻ്റെ മുഖത്ത് വാട്ടമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗം. അതിനെ ഞാൻ 2ആയി തിരിച്ചു പറഞ്ഞു. അടുത്ത ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗമാണ് കൊലോസ്യ ലേഖനം 1:12 മുതൽ 27 വരെയുള്ള വേദഭാഗം. കൊലോസ്യ ലേഖനം 1 അധ്യായം 12 മുതൽ 27 വരെയുള്ള വേദഭാഗം. അതിലേക്കാണ് നമ്മൾ മടങ്ങി വരാൻ പോകുന്നത്. അടുത്ത ഒരു ഹൈ ക്രിസ്റ്റോളജിയുടെ മറ്റൊരു വേദഭാഗമുണ്ട്. എബ്രായ ലേഖനം 1 മുതൽ 10 വരെയുള്ള ഭാഗം. എബ്രായ ലേഖനം 1 അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. 2-3 ദിവസം കൺവെൻഷൻ തുടർമാനമായിട്ട് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ. ഹൈ ക്രിസ്റ്റോളജി പുതിയ നിയമത്തിൽ ഇത് മാത്രം ഐച്ഛികമായി എടുത്ത് ധ്യാനിക്കാൻ എന്ന സുഖമുള്ള വിഷയമാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളതിനെ കുറിച്ച്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വികലമായ ധാരണകളുമായിട്ട് ചിലർ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, പെന്തക്കോസ്തുകാരുടെ മാത്രം ദൈവമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വില കുറഞ്ഞ തരംതാണ ചിന്താഗതികളും മുൻവിധികളുമുണ്ട്. അതിനെല്ലാം മീതെ ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, ആശ്രയിക്കാൻ, അനുസരിക്കാൻ, ആരാധിപ്പാൻ ഉതകുന്ന വേദഭാഗമാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന പേരിൽ ഞാൻ തന്നത്. അത് വായിച്ച് ധ്യാനിക്കുകയും അതിൻ്റെ ആത്മീക ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആത്മീകതയ്ക്കൊരു വർധനമുണ്ടാക്കണം. അതാഗ്രഹിക്കുന്നവരൊന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേട്ടണം. കൊലോസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 12 മുതൽ ഹൈ ക്രിസ്റ്റോളജിയുടെ ഉജ്ജ്വലമായ ചിന്തകളാണ്. 1, 2, 3, 4 താഴോട്ട് ഞാൻ വാക്യങ്ങൾ ഓരോന്നും പറയുക. അതിൽ ഓരോന്നും ശ്രദ്ധിച്ചോണം. നാട്ടുകാർക്കുള്ളതും സഭയ്ക്ക്
ദൈവമക്കൾക്ക് ഉള്ളതും ദൈവമക്കൾക്കുള്ളതുമെല്ലാം വേർതിരിച്ച് ചിന്തിച്ചെടുത്തുകൊള്ളണം. 12-ാം വാക്യം ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത മഹത്വപൂർണ്ണമായ ഒരു കാര്യം പറയുന്നു. വെളിച്ചത്തിന് നമ്മളെ അവകാശികളാക്കി മാറ്റി. നമ്മളെ ആരാക്കി മാറ്റിയെന്ന? വെളിച്ചത്തിന്. അപ്പം മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു ആൻറ്റി പറ? വെളിച്ചത്തിന് നമ്മളെ അവകാശികളാക്കിയെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു? അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. മനസ്സിലായോ? അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക്. അതിനെയാണ് പത്രോസ് അങ്ങനെ പറയുക. പൗലൂസ് പറയുമ്പോൾ പൗലൂസിൻ്റെ രചനാ ശൈലി, പൗലൂസിൻ്റെ ഭാഷാ പ്രയോഗം, പൗലൂസിൻ്റെ ആവിഷ്കാര ഭംഗിയൊന്ന് വേറെയാണ്. പത്രോസ് തുറന്നു പറയുന്നു, അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിൽ. മറ്റേത് നിബിഡമായ കുറ്റാക്കുരുട്ടിരുട്ട്. കണ്ടോ? അന്ധതയും അനാചാരവും അബദ്ധജടിലുമായ ഉപദേശവും. ദൈവമാരെന്നറിയില്ല, ദൈവവചനം എന്താണെന്നറിയില്ല, മോക്ഷത്തിൻ്റെ വഴി എന്താണെന്നറിയില്ല. പല വിധത്തിലുള്ളതായിരിക്കുന്ന കർമ്മകാണ്ഡങ്ങൾ, യാഗയോഗങ്ങൾ, അർപ്പണ തർപ്പണാദികൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ, മൃഗബലി, നരബലി അടക്കമുള്ള സകല സംഗതികളും ദുഷ്ടഭൂത പ്രേത പിശാചുക്കളോട് ആരാധിച്ചും സ്തോത്രം പറഞ്ഞും അവയുടെ സഹായം തേടിയും ഒക്കെ കഴിഞ്ഞിരുന്ന അന്ധകാരത്തിൻ്റെ കാലം. ആ കാലത്തിൽ നിന്ന് നമ്മെ പ്രകാശത്തിൻ്റെ അവകാശികളാക്കി. ഇവിടെ ശ്രദ്ധിക്കണം, പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും തിയോളജിയുടെ ആവിഷ്കാര ഭംഗി ശ്രദ്ധിക്കണം. പത്രോസ് തുറന്നങ്ങ് പറയുകയാണ്, അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലാക്കി എന്നാണ് പറയുക. പക്ഷെ പൗലൂസ് അത് തന്നെ പറയുമ്പോൾ അതിനകത്ത് വിശേഷമായൊരു ധ്യാനം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ പ്രകാശത്തിൻ്റെ അവകാശികളാക്കി നമ്മെ തീർത്തു. പ്രകാശത്തിന് ചില അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് വരുന്നവന് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി മാറ്റി. ക്രിസ്തുവിലേക്ക് വന്നവൻ ഒന്നുമില്ലാത്തവനല്ല, ക്രിസ്തുവിലേക്ക് വന്നവൻ ആരുമില്ലാത്തവനല്ല, അവൻ ചില അവകാശത്തിൻ്റെ ഓഹരിക്കാരനാണ്. എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട്? ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് നടക്കരുത്. ഔദാര്യത്തിന് വേണ്ടി കൈ നീട്ടി നിൽക്കരുത്. ഇല്ലാവചനം പറഞ്ഞ് നടക്കരുത്. അവകാശത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി മാറ്റി. ഏതിൻ്റെ അവകാശം? ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന കൃത്രിമം കൊണ്ടുള്ള ജീവിതോപാധിയല്ല, വെളിച്ചത്തിൻ്റെ അവകാശം. എന്താ വെച്ചാൽ വെളിച്ചത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നേരായുള്ള നന്മകൾ. കണ്ടോ? ആരെയും ദ്രോഹിച്ചിട്ട് ആരെയും കൃത്രിമമായി അടിച്ചു മാറ്റി എടുത്തതല്ല, വെളിച്ചത്തിൻ്റെ അവകാശമാണ് കർത്താവ് തന്നത്. പലരുടെയും സമ്പത്തിൻ്റെ വഴിത്താര പഠിച്ചു നോക്കിയാൽ അത് വെളിച്ചത്തിൻ്റെ അവകാശമല്ല, വേറെ ആർക്കൊക്കെ പോകേണ്ടത് അടിച്ചു മാറ്റിയ വൈദഗ്ധ്യമാണ്. ആഖാന്റെ വീട്ടിനകത്തൊരു കുഴിയുണ്ട്. കുഴിയുടെ അടിയിൽ പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന ചില നിക്ഷേപമുണ്ട്. ആഖാന്റെ കുടുംബ സ്വത്തൊന്നുമല്ല, അവനത് ജാതീയമായ ക്ഷേത്രത്തിൽ നിന്ന് അപകരിച്ചു കൊണ്ടുവന്നത്. ദൈവം അതിന് പേരിട്ടിരിക്കുന്നത് ശാപമെന്ന്. നമുക്കല്ലാത്തതൊന്നും നമ്മുടേതല്ലത് ശാപമാ. അത് നമ്മോടുകൂടെ ഇരുന്നാൽ ദൈവം നമ്മുടെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ്. യോശുവ 7:12 വായിച്ചു നോക്കണം. ശാപം നിങ്ങളോടുകൂടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോടുകൂടെ വസിക്കയില്ല. ദൈവസാന്നിധ്യത്തെ അകറ്റിക്കളയുന്ന വേറൊരു സമ്പാദ്യം വേണ്ട. നമുക്കുള്ളതല്ല പോക്കറ്റ് കുത്തിയിരിക്കുന്ന പേന അടക്കം വെളിച്ചത്തിന്റെ വഴിയിലൂടെ വന്നതാകണം. അങ്ങനെയുള്ളവരാ ദൈവം അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ചേട്ടന് പോകേണ്ടതും അനിയന് പോകേണ്ടതും പെങ്ങക്ക് പോകേണ്ടതും അമ്മാച്ചന് പോകേണ്ടതും ഉപ്പാപ്പന് പോകേണ്ടതും മച്ചമ്പിക്ക് പോകേണ്ടതൊക്കെ ചങ്ങല വലിച്ച് നമ്മുടെ പേരിൽ ആക്കിയാലുണ്ടല്ലോ, പിശാച് പടിയിറങ്ങത്തില്ല നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങത്തില്ല. വെളിച്ചത്തിന്റെ അവകാശമുള്ളവരാകണം. വെളിച്ചത്തിന്റെ അവകാശം കൈയാളുന്നവരാകണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് വെളിച്ചത്തിന്റെ അവകാശം. ഹല്ലേലൂയ. രണ്ടാമത് 13-ാം വാക്യത്തിലേക്ക് വരണം. 13-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം ഗംഭീരമായി അക്കമിട്ട് നിരത്തുന്നു. ഒന്ന്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്തോ ഇതെന്നാ വിടുവിച്ചു. അപ്പൊ വെളിച്ചത്തിന്റെ അവകാശികളാക്കിയെന്ന് മാത്രമല്ല, ഇരുട്ടിന്റെ അധികാരം എന്ന് പറഞ്ഞ എന്തോ മനസ്സിലായി. ഇതൊരു കാത്തിരിപ്പയോഗമായിരുന്നു. ഞാൻ നിന്നങ്ങ് പറഞ്ഞേനെ, ഇരുട്ടിൻ്റെ അധികാരം. എന്താ ഇരുട്ടെന്നറിയോ? പിശാചാണ് ഇരുട്ട്. വെളിച്ചം എന്താണെന്നറിയാമോ? അത് സത്യദൈവമാണ്. ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചമാ ദൈവം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുമുണ്ട്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചിരിക്കുന്നു. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? രക്ഷിക്കപ്പെട്ട മുഴുവൻ ദൈവമക്കളോടും പറയാം, ആത്മനിറവ് പ്രാപിച്ച അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മശക്തി പ്രാപിച്ച മുഴുവൻ ആളുകളോടും പറയാം, ഇരുട്ടിൻ്റെ മേൽ നിനക്കൊരധികാരമുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ഇരുട്ടിൻ്റെ മേൽ അധികാരമുള്ള ദൈവപൈതൽ പിശാചിനെ ശാസിക്കാൻ എങ്ങൊന്നും വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കൺവെൻഷൻ നടന്നുകൊണ്ട് പന്തലും ഈ ഡെക്കറേഷനും ഈ മൈക്ക് സെറ്റും അതും ഇതൊക്കെ വാടകയ്ക്ക് എടുത്തോ, കുഴപ്പമൊന്നുമില്ല, അത് വാടകയ്ക്ക് എടുക്കാം. കൊച്ചിൻ്റെ കല്യാണത്തിന് ചെമ്പ് ഉരുളിയും വാർപ്പും തവിയും
ചട്ടിയും കൂട്ടയും വട്ടിയും ഒക്കെ വാടകയ്ക്ക് എടുത്തു. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. 10,000 പേര് വന്നാൽ അവർക്ക് വെച്ച് വിളമ്പാനുള്ള ചോറും കറിയും വെക്കാനുള്ള പാത്രമൊന്നും നമുക്കില്ല. അത് ഹയർ ചെയ്തേ പറ്റുള്ളൂ. പന്തലിനൊക്കെ ഹയർ ചെയ്തേ പറ്റൂ. ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തേ പറ്റുള്ളൂ. പക്ഷേ വീട്ടിൽ വ്യാപരിച്ച് നിൽക്കുന്ന പിശാചിനെ ശാസിക്കാൻ ആരെയും വാടകയ്ക്ക് വിളിക്കരുത്. അത് നീ തന്നെ ചെയ്യണം. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റുന്നുണ്ട്? പ്രാപിച്ച അഭിഷേകം ഇരുട്ടിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കാനാ, ഇരുട്ടിൻ്റെ ആധീശത്വത്തെ, ഇരുട്ടിൻ്റെ ആധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാനുള്ള അഭിഷേകമാണ്. യേശു മാറാത്തവൻ എന്ന് 2ാം റൗണ്ട് പാടുമ്പോൾ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല ഈ ശക്തി. ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു വരി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടുമ്പോൾ അന്യഭാഷ പറയുന്ന ശീലത്തിന് വേണ്ടി തന്നതല്ല ഈ ശക്തി. അന്ധകാരത്തിൻ്റെ ശക്തിയോടെ ഇറങ്ങ പുറത്തെന്ന് പറയാനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാ. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? എത്ര പേർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും? 2024 വരുന്നതിന് മുമ്പ് ഈ ശക്തിയെ പുതുക്കിയെടുത്തോണം, ഒന്ന് റീചാർജ് ചെയ്തോണം, ഒന്ന് റിന്യൂവൽ ആക്കിക്കോണം. സഹോദര, തട്ടിമുട്ടി എവിടെങ്കിലുമൊക്കെ ഈ ശക്തി പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അധികാരം കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ, റീചാർജ് ചെയ്യാതെ നീ ഇത് ചുമ്മാതെ വേദോത്വത്തിൽ കൊണ്ടു നടന്നതാണെങ്കിൽ ഈ രാത്രികൾ ഇതിനെ റീചാർജ് ചെയ്തോണം. കാരണം ഈ അധികാരം എന്തിനാണെന്നറിയാമോ? ശത്രുവിൻ്റെ അധീശത്വത്തോട് വെല്ലുവിളിക്കാനാ. സെലൂക്കയിലെ ഗവർണറുടെ പേരാണ് സെർഗ്യൂസ് പൗലൂസ്. അറിയാമോ? സെർഗ്യൂസ് പൗലൂസ് മിടുക്കനാ, ആത്മീയ കാര്യങ്ങളിലൊക്കെ നിപുണനാണ്. അദ്ദേഹം പൗലൂസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കേട്ടു. പൗലൂസ് എന്ന വാഗ്മി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അവൻ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു. അവർ പറഞ്ഞു, പിന്നെന്താ, വിളിച്ച പുള്ളി വരും. ഉപദേശിക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. നമ്മൾ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും, ഓടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. സെർഗ്യൂസ് പൗലൂസ് എന്ന് പറയുന്ന ഗവർണറുടെ കോൺഫറൻസ് ഹാളിൽ പൗലൂസിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. പാട്ടുകാരൊന്നുമില്ല, മനസ്സിലായോ? നിച്ചൽ റോയി സംഘമൊന്നും അവിടെ ഇല്ല. അദ്ദേഹം വന്നു, സമയം കൊടുത്തപ്പോൾ പ്രസംഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പ്രസംഗം ഗംഭീരമായിരുന്നു. ക്രിസ്തുയേശുവിലൂടെ രക്ഷ, മോക്ഷം, മുക്തി, സായുജ്യം, ശാന്തി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത്. ഗംഭീര പ്രസംഗം. ഈ പ്രസംഗം അവിടെ നടക്കുമ്പോൾ ഈ ഗവർണറും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ എല്ലാ ഓഫീസേഴ്സും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അവൻ്റെ പേര് ബർയേശു എന്നാണ്. ബർയേശു, യേശുവിൻ്റെ മകനെന്നാണ് എൻ്റെ അർത്ഥം. ബർയേശു എന്ന് പറഞ്ഞ്, ഓക്കെ. അവനെ എലിമാസ് എന്ന വിദ്വാൻ എന്നാണ് എല്ലാവരും വിളിക്കുക. അവൻ വിദ്വാനാ. ആകെപ്പാടെ ആ ദേശത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്നൊരു മന്ത്രവാദിയാണ് അവൻ. അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് ബിസിനസ് മന്ത്രവാദം. ഔദ്യോഗിക ജീവിതം ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ളപ്പോൾ തന്നെ മന്ത്രവാദം സൈഡ് ബിസിനസ്സായിട്ട് നടത്തുന്ന ഒരു പുള്ളിയും കൂടെയാണ് ആര്? ഈ ബർയേശു എന്ന് പറയുന്ന എലിമാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം പൗലോസ് എന്ന പ്രസംഗകനിലല്ല, ഈ ഗവർണറുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഈ മന്ത്രവാദി ഗവർണറെ നോക്കിയപ്പോൾ ഗവർണർ ഇപ്പം മാനസാന്തരപ്പെട്ട് പെന്തക്കോസ്തിൽ കയറുമെന്നൊരു സ്ഥിതിയായി. കാരണം പൗലോസിൻ്റെ പ്രസംഗം ലൈവ് കേൾക്കില്ലേ. എന്ന ആവിഷ്കാര ഭംഗിയാണെന്നറിയാമോ? യേശുവിനെയൊക്കെ അവതരിപ്പിക്കുക പൗലോസ് ഗംഭീരമായി. അതിൻ്റെ ഒന്നും 7 അയലോക്കത്ത് വരത്തില്ല ഞങ്ങൾ ഉപദേശിമാരാരും. പൗലോസിൻ്റെ ലൈവ് പ്രസംഗം കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഗംഭീര പരിപാടിയാന്ന് നോക്കി. യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് വന്നപ്പോൾ ഈ ഗവർണർ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തും, പൗലോസിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും എന്നൊരു സ്ഥിതി വന്നപ്പം ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രവാദി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചുകൊണ്ട് എന്ന് ഉപദേശിയോട് പറഞ്ഞു, ഉപദേശം മതി, നിർത്ത് പ്രസംഗം ഇപ്പം തൽക്കാലം നിർത്ത്. സാറിനെയും കൊണ്ട് എനിക്കൊരു ഉദ്ഘാടന സമ്മേളനത്തിന് പോകാനുണ്ട്. സാറത് മറന്നിരിക്കുക. ഞാനിപ്പോൾ ഡയറി എടുത്ത് നോക്കിയപ്പോഴത് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നിർത്ത്, പിന്നെ ഞങ്ങൾ വിളിക്കുമ്പം വന്നാൽ മതി. നമ്മളായിരുന്നു എന്നെ ഇതേനെന്ന് പറ, സത്യമായതേ പറയാവൂ. ഗവർണറുടെ കോൺഫറൻസ് ഹാളിൽ ഇനി വിളിക്കുമ്പം വരാം എന്ന് പറഞ്ഞ് നമ്മളെ പ്രസംഗത്തിനിടയ്ക്ക് വിട്ടാൽ എന്തോ ചെയ്തേനെ നമ്മൾ. പുള്ളിയെ പിണക്കാതെ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തിട്ട് നമ്മൾ അന്നേരം ഗുഡ് ബൈ പറഞ്ഞ് പോരത്തേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് പോരാൻ നേരത്ത് തിരിഞ്ഞ് നിന്നുകൊണ്ട് പറയും, സാറേ അതിനകത്ത് 2-3 നമ്പറുണ്ട്, ആ ടിക്കറ്റിരിക്കുന്ന നമ്പർ വിളിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ എന്നും കൂടെ ഒരു അടിക്കുറിപ്പ് പറഞ്ഞിട്ട് നമ്മളിങ്ങ് പോരുകയുള്ളൂ, അല്ലേ? നമ്മൾ ഉപദേശിവർക്കും അതേ ചെയ്യത്തുള്ളൂ, നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ. പക്ഷേ ആത്മപൂർണത പ്രാപിച്ച പൗലോസ് എന്താ ചെയ്തേ? തൻ്റെ പ്രസംഗം, ആത്മാവിലുള്ള തൻ്റെ പ്രസംഗം, ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ ചിന്തകൾ കേട്ട് മാനസാന്തരത്തിൻ്റെ വക്കിലേക്ക് നടന്നെടുക്കുന്ന ഗവർണറെ തടഞ്ഞത് മന്ത്രവാദിയിൽ വ്യാപരിക്കുന്ന പിശാചാണെന്ന് മനസ്സിലായി. ആത്മപൂർണതയുടെ ദർശനമതാ പിശാചാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്ത മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിട്ട്, സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവം നീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ നീതി പ്രവർത്തികളെ മറിച്ചു കളയുന്നത് മതിയാക്കത്തില്ലയോ? ആട്ടങ്ങ് യേശുവിന്റെ നാമത്തിൽ. ഒറ്റ പ്രഖ്യാപനം. കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചുപോയി, തറയിൽ ചുരുണ്ട് വീണു.
ഇതാണ് ആത്മപൂർണ്ണത, ഇതാ ദൈവശക്തിയുടെ വ്യാപാരം, ഇതാ നമ്മിൽ പകർന്നിരിക്കുന്നത്. അല്ലാതെ ആരോട് സമവായത്തിലാകാനല്ല, ആരോട് അനുരഞ്ജനത്തിനാകാനല്ല, അന്ധകാര ശക്തിയോട് കോംപ്രമൈസ് ആകാനല്ലെന്ന് ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? ദുഷ്ടപിശാചിനോട് ചെറുത്തു നിൽക്കുവാൻ, അവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ, അടച്ചു വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ തുറക്കാൻ, ചില വ്യക്തികൾക്ക് അവകാശമാകേണ്ട ചില നന്മകളെ ശത്രു തടഞ്ഞു വച്ചിരിക്കുന്നതിന്, ആ ശത്രുവിനെ പറഞ്ഞു വിടേണ്ടതിന് വേറെ ആരെയും വാടകയ്ക്ക് വിളിക്കാൻ നീ പോകണ്ട. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിന് പര്യാപ്തമാണ്. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ നന്മയെ തടഞ്ഞതും നിന്റെ കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കുന്നതും അവനെ കള്ളിനും കഞ്ചാവിനും വലിച്ചോണ്ട് പോകുന്നതും, നീ ആരാധനയ്ക്ക് പോകുമ്പോൾ നിന്റെ തലമുറ നിന്റെ പുറകെ വരാതിരിക്കുന്നതും, നിന്റെ പെണ്ണ് പിഴച്ചു പോകുന്നതും, നിന്റെ ഉത്തരവാദിത്വമില്ലാതെ പോകുന്നതും ഈ അന്ധകാര ശത്രുവിന്റെ പോരാ. അതിനെതിരെ ഒരു സമരവുമായി നിന്നോണം. ഇന്ന് രാത്രി ദൈവമക്കൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുവിനോട് യുദ്ധ പ്രഖ്യാപനം ചെയ്യുകയാണ്. നിനക്ക് തരത്തില്ല ഞാൻ എൻ്റെ തലമുറയെ, എൻ്റെ നന്മയെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, എൻ്റെ ആരോഗ്യത്തെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, എൻ്റെ ഗർഭഫലത്തെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, ഞാൻ നൊന്ത് പെറ്റ എൻ്റെ തലമുറയെ നിനക്ക് തരത്തില്ല. ആട്ടങ്ങ പിശാചേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്ത് രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ചേർത്തുകൊള്ളും. അന്ധകാരത്തിൻ്റെ അതീശത്വത്തിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കുന്ന ക്രിസ്തു. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വലിയ വിടുതലുണ്ട്. ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? സഭയ്ക്കൊരു വലിയ വളർച്ചയുണ്ട്, ദൈവമക്കൾക്കൊരു വലിയ വളർച്ചയുണ്ടെന്ന്, ആത്മീയമായൊരു വലിയ മുന്നേറ്റമുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്, ആരാധിച്ച് ബലം പ്രാപിക്കുന്ന രാത്രി. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വേവലാതിപ്പെടേണ്ട. പുതിയത് ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഗർഭഫലത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണെന്ന്. നിന്റെ ഉദരത്തിനകത്ത് തലമുറയെ തടഞ്ഞു വെക്കുന്ന ചില പോരാട്ടങ്ങളുടെ കെട്ട് ദൈവം അഴിച്ചു വിടുകയാണ്. വിടുതൽ നീ പ്രാപിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വം, വല്ലഭത്വമാർന്ന മഹത്വം 13-ാം വാക്യത്തിൽ പറയുന്നത് കേട്ടോ, അന്ധകാരത്തിൽ നമ്മെ വിടുവിക്കുന്ന ക്രിസ്തു. ഇരുട്ടിന്റെ അധികാരം, പിശാചിനൊരു അധികാരമൊക്കെ ഉണ്ട്, അധികാരം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധികാരത്തിൽ നമ്മെ വിടുവിക്കുന്നവനെ, നമ്മുടെ അകത്ത് വസിക്കുന്നവൻ. ഹല്ലേലൂയ. 13-ാം വാക്യം അതാണ്. 14-ാം വാക്യം വരെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. നോക്കിക്കേ 14-ാം വാക്യം, കൊലോസ്യർ 1:14 നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ മഹത്വം അതാ. ക്രിസ്തു ആരാന്നാ പറഞ്ഞേ? ഒന്ന് പറ. നമ്മുടെ വീണ്ടെടുപ്പ്. അത് നന്നായിട്ടൊന്ന് പറഞ്ഞേ. വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ നാവ് കൊണ്ട് പറയുന്നത് തന്നെ ദേശാധിപതി കേൾക്കണം, അന്ധകാര ശക്തി കേൾക്കണം. യേശുവിൻ്റെ പുറകെ ഞാൻ പോയതിൻ്റെ ഉദ്ദേശം അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ്. പണത്തിന് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല, ഇവിടുത്തെ നരബലിക്ക് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല, ഇവിടുത്തെ മൃഗബലികൾക്ക് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല, കോടിക്കണക്കിന് കഴുത്തു കണ്ടിക്കപ്പെട്ട കാളകൾ യഹൂദ മതത്തിലുണ്ട്, വീണ്ടെടുക്കാൻ പറ്റിയില്ല. നിരവധി കോടികൾ ആടുകൾ അറക്കപ്പെട്ടു പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും. പിന്നെ ഓരോരോ വർഷാന്തിയാകം, മാസാന്തിയാകം, പ്രഭാതയാകം, പ്രദോഷയാകം, എത്രയാ. ബഹുമാനപ്പെട്ട തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാർ ഇമ്പങ്ങളുടെ തീരത്ത് വിശ്രമിക്കുന്ന മഹാനായ മനുഷ്യന്റെ പ്രഭാഷണം നമ്മളൊക്കെ കേട്ടതാ. അദ്ദേഹം പണ്ട് പറയാറുണ്ടായിരുന്നു, കാളകളുടെ രക്തം കായൽ പോലെ, ആടുകളുടെ രക്തം ആറുപോലെ ഒഴുകി, എന്നിട്ട് വീണ്ടെടുപ്പുണ്ടായില്ല. പക്ഷേ ഒരു യുവാവിൻ്റെ രക്തം നെഞ്ചിൽ നിന്ന് ഒഴുകി ഇറങ്ങിയപ്പോൾ സാധ്യമായൊരു വീണ്ടെടുപ്പുണ്ടല്ലോ. ഒന്നിനും പകരം വെക്കാനാവാത്ത നിലയിലൊരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പുകാരനെ ഒന്ന് സ്തുതിച്ചേ, ആ വീണ്ടെടുപ്പുകാരനെ ഒന്ന് മഹത്വമെടുത്ത് നിറഞ്ഞ കണ്ണുകളോടെ ആ പൊന്നു പാദത്തെ ഒന്ന് ചുംബിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് വീണ്ടെടുത്തു നമ്മളെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അതീശത്വങ്ങളിൽ നിന്ന്, പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. സ്വതന്ത്രം. വീണ്ടെടുപ്പുകാരനെന്നൊക്കെയുള്ളത് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരൻ. പക്ഷേ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ്, ലിഖിത നിയമങ്ങൾ ഉണ്ടാകുന്നതിനും യേശുവിനെ വീണ്ടെടുപ്പുകാരെന്ന് വിളിച്ചൊരു പുരാതന ഭക്തനുണ്ട്, പേര് ഇയ്യോബ് എന്നാണ്. ചാരക്കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുമ്പം അവിടെ ഒരു അസഹനീയമായ ചൊറിച്ചിൽ, ഈ ചാരം വാരി മുറിവിലേക്ക് ഇട്ടിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ ഭയങ്കര നീറ്റല, എങ്കിലും ആ ചൊറിയുന്ന നേരത്തൊരു സുഖമാണ്. അങ്ങനെ ചാരത്തിലിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആകപ്പാടെ നമ്മുടെ മോഹമൊക്കെ വലിഞ്ഞ് മുറുകി കർക്കിടക മാസത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴമേഘം പോലെ ആയിപ്പോയതിന് മോഹമൊക്കെ.
സ്വോത്രം. പക്ഷേ ഇയ്യോബിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയെ എന്നെ പ്രകാശമാണെന്നറിയാമോ, എന്നെ പ്രത്യാശയാണെന്നറിയാമോ. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യും? കൺവെൻഷൻ വന്നവരെല്ലാവരും കൂടെ, സംഘാടകരും പ്രസംഗം വന്ന് ഉപദേശിക്കും കേൾക്കാൻ വന്ന് നമുക്കെല്ലാം കൂടെ ഇയ്യോബിൻ്റെ ചാരക്കുഴിയുടെ വാക്ക് നിന്നുകൊണ്ട് ചോദിക്കുക, സർ താങ്കൾ ഈ ചാരത്തിനകത്ത് അസഹനീയമായ അവസ്ഥയിലാണെങ്കിലും മുഖത്തൊരു പ്രകാശമുണ്ടല്ലോ, കാര്യം എന്താ എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മിടുക്കോടെ പറയും, ഐ നോ മൈ റെഡീമർ ലിവത്ത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് എനിക്കറിയാം. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന 10 കുഴിമാടങ്ങൾ എൻ്റെ മക്കളെയാണ്. എന്നെ ഇപ്പം തള്ളിപ്പറഞ്ഞിട്ട് പോയത് എൻ്റെ ഭാര്യയാണ്. അങ്ങ് അകന്നു മാറി നിൽക്കുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ എൻ്റെ വേലക്കാരാണ്. എനിക്കെല്ലാം നഷ്ടമായി. കൽദയർ 10 കൂട്ടമായി വന്ന് എൻ്റെ ആടുമാട് മൃഗസമ്പത്ത് ഒട്ടകക്കൂട്ടങ്ങളെ കൊണ്ടുപോയി. എൻ്റെ ആട്ടിൻപറ്റമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് സങ്കടമില്ല. എൻ്റെ മുഖത്തെ പ്രകാശത്തിൻ്റെ കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അവനെ ദേഹസഹിതനായി കാണും. ഈ പ്രത്യാശയാകത്തുള്ള വീണ്ടെടുപ്പുകാരനുമായി രമ്യതയുള്ളവൻ, വീണ്ടെടുപ്പുകാരനുമായി ആന്തരിക ബന്ധമുള്ളവന്റെ മുഖം പ്രകാശമാണ്. അവൻ വാടിക്കരിയത്തില്ലെന്ന്, അവൻ ഇല്ല 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 എന്ന് പറഞ്ഞ് നടക്കത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. യെസ്, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അവബോധമുള്ള അവൻ ആരാണോ, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അവബോധമുള്ളവന്റെ വായിൽ നിന്ന് മാറിപ്പോകണം വേരോടെ. ഇല്ല 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 ഇല്ല. എന്തോ ചോദിച്ചാലും ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. മക്കളാരെങ്കിലും വിളിച്ചോ? ഇല്ല. പാസ് ചെയ്ത് വഴി വന്നായിരുന്നോ? ഇല്ല. കൺവെൻഷൻ നടക്കുന്നുണ്ട്, വരുന്നോ? ഇല്ല. എന്നാ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? ഇല്ലായ്മ പറയുന്നവൻ വീണ്ടെടുപ്പുകാരനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. സ്തോത്രം. ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരമ്മച്ചി എന്തോ ചോദിച്ചാലും ഇല്ലെന്ന്, ഇല്ല 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 ഇല്ലെന്നേ പറയും. അമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയിപ്പിക്കാൻ അവിടുത്തെ പയ്യനൊരു താല്പര്യം. അടുത്ത വീട്ടിലെ പയ്യൻ ഇവൻ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ 4 ചോദ്യം കൊണ്ട് വരും. അമ്മച്ചിയോട് ചോദിക്കും, ഉണ്ടോ അമ്മച്ചി? അമ്മച്ചി പറയും, ഇല്ല മോനെ. വൈകിട്ട് വരുമ്പോഴും അവൻ 4 ചോദ്യം റെഡിമെയ്ഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, ഇല്ലെന്ന്. ഈ തള്ളയെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയിപ്പിക്കണം. അത് അവൻ്റെ ഒരു താല്പര്യമായിരുന്നു. അവനൊരു ദിവസം വൈകിട്ട് സ്കൂളും വിട്ട് വരുമ്പോൾ ഇടിച്ചു കുത്തി മഴ പെയ്യുകയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിനകത്ത് തളം കെട്ടി കിടക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് മഗ് കൊണ്ട് കോരി കളഞ്ഞുകൊണ്ടിരിക്കുക അമ്മച്ചി. ഇവൻ ചോദിച്ച ചോദ്യം, അമ്മച്ചി വീട് ചോരുന്നുണ്ടോ? എന്താ പറയണം? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം അവൻ്റെ മുമ്പിൽ വെള്ളം വീണോണ്ടിരിക്കുക. ഇങ്ങനെ ഇവിടെങ്കിലും ഉണ്ട് മോനെ എന്ന് പറയുമെന്ന് വിചാരിച്ച് അവൻ ഇങ്ങനെ കേൾക്കാൻ, അമ്മച്ചിയുടെ വായിൽ നിന്നൊരു ഇണ്ട വീഴുന്നത് കേൾക്കാൻ അവൻ ഇങ്ങനെ താല്പര്യത്തോടെ നിന്നപ്പോൾ അമ്മച്ചി പറഞ്ഞെന്തോന്നറിയാം, എൻ്റെ മോനെ ചോർച്ച അല്ലാതെ ഒന്നും ഇല്ല. ഇല്ലായ്മ മാത്രം പറഞ്ഞങ്ങ് ശീലിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരനുമായിട്ട് നിനക്കൊരു ബന്ധവും ഇല്ലെന്ന്. അതിൻ്റെ അർത്ഥം ചാരത്തിൽ നിന്നെ ഉയർത്തുന്നൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തരുന്നൊരു വീണ്ടെടുപ്പുകാരുണ്ട്. ആരോഗ്യമടക്കം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിളിച്ചത് അവനാ, വിളിച്ചത് ആ വീണ്ടെടുപ്പുകാരനാ കേട്ടോ. വഴിയിലാക്കത്തില്ല. ആരുടെയെങ്കിലും മുമ്പിൽ നീ വെറുതെ തലയും കുനിച്ച് നിൽക്കേണ്ട വരത്തില്ലെന്ന് ഉപ്പൂറ്റി ഉറപ്പിച്ച് തന്നെ നിർത്തും. നട്ടല് വളയാതെ നിർത്തും. കാരണം വാറിഞ്ഞതാരെയാ, വിളിച്ചതാരാ, നടത്തിയതാരാ, പുലർത്തിയതാരാ? അവന്റെ പേരാ വീണ്ടെടുപ്പുകാരൻ. 2023 എങ്ങനായിരുന്നു നമ്മൾ കണ്ടു. 24 ഇനി എങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? 23 എന്താ സംഭവിക്കാൻ നമുക്കറിയത്തില്ല. 23 കഴിഞ്ഞ് 24 തുടങ്ങിയ ഒരു കൺവെൻഷൻ വെച്ചാൽ നമ്മൾ എത്ര പേര് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. അറിയില്ല. ഒത്തിരി അറിയായ്മയുണ്ടെങ്കിലും അതിനകത്ത് തിളക്കമുള്ളൊരു അറിവുണ്ട്. എന്നെ വിളിച്ചതാരാന്നറിയാം, എന്നെ നടത്തുന്നത് ആരാന്നറിയാം, 24ലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ആരാന്ന് എനിക്ക് നല്ല അറിവുണ്ട്. ആ ബോധ്യമുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഓക്കെ മടങ്ങി വരാം. 14-ാം വാക്യത്തിൽ പറയുന്നത് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു, അതാണ് അവന്റെ മഹത്വം. 15-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് ഇമേജ്. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ദൈവം തന്നെയാണ് ക്രിസ്തു. ക്രിസ്തു തന്നെയാണ് ദൈവം. ഏകസത്യ ദൈവം ക്രിസ്തുവാണ് എന്ന് നാം അറിയണം. അതാണ് 15-ാം വാക്യം. ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ അനുഗ്രഹീതമായ ഔന്നത്യം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ദ എക്സാക്ട് ഇമേജ്. ഇമേജ് എന്നൊക്കെ പറഞ്ഞ വെറുതെ പ്രതിമ, വെറുതെ വിഗ്രഹം എന്നുള്ളതല്ല. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ ദൈവത്വം മഹിമ വെളിപ്പെടുത്തുന്ന ഗംഭീരമായൊരു വേദശകലമാണ് 15-ാമത് വാക്യം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു സാധാ ഒരു ദൈവമാണെന്നല്ല, യേശുവാണ് ഏകസത്യ ദൈവം.
പിതാവാം ദൈവമെന്നും പുത്രനാം ദൈവമെന്നും പരിശുദ്ധാത്മാവാം ദൈവമെന്നൊക്കെ മൂന്നായിട്ട് നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ തത്വത്തിൽ സത്യത്തിൽ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലാണ് ഈ മൂന്ന് അവസ്ഥാന്തരങ്ങളിൽ നിലകൊള്ളുന്നത്. ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നാണ്, മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നാണ്. മനസ്സിലായില്ലേ? ആ ഏകസത്യ ദൈവം തന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ ദൈവമെന്ന് കാണണം. പുതിയ നിയമത്തിലെ വിശ്വാസികളോട് ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ വാക്യം തീത്തോസ് 2:13 തീത്തോസ് 2:13 മറക്കരുത്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അതിപ്രധാനമായ ഒരു വിശകലനം തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തു. അപ്പൊ യേശു എങ്ങനെയുള്ള ദൈവമാ? ഒന്ന് പറഞ്ഞ്, ഉറച്ചൊന്ന് പറഞ്ഞ്, നാട് കേൾക്കട്ടെ. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവം? ഒരു കുഞ്ഞു ദൈവമല്ലെന്ന്. ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളുള്ളപ്പോൾ അതിലൊരു കുഞ്ഞു ദൈവമല്ല യേശു. യേശു മഹാദൈവമാണ്. മഹാദൈവമായതുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ഓ, എത്ര പേർക്ക് ബോധ്യമുണ്ട്? വേറെ ഒന്നിനെയും ആരാധിക്കരുത്. നമിക്കാനും പ്രണമിക്കാനും കുമ്പിടാനും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി ആശ്രയിക്കാനും വേറെ ഒന്നിൻ്റെ പുറകെ നീ പോകരുത്. കാരണം കർത്താവ് മഹാദൈവമാണ്. കയ്യിലുണ്ടായിരുന്ന സ്വോത്രാഴ്ചയിൽ 10 രൂപ അവിടെ ഇട്ടു. അമ്മയും കുഞ്ഞും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അമ്മയ്ക്ക് 10 രൂപ, കൊച്ചിന് ബിസ്ക്കറ്റ് വല്ലതും വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ സകത കുന്തം കൊണ്ട് നിൽക്കുക, തന്നില്ല കൂത്തിക്കളയൊന്നും പറഞ്ഞ്. അപ്പോൾ അവിടെയും 10 രൂപ ഇട്ട്. ബാക്കി 10 രൂപയാണ് ഷെർജൻ പാസ്റ്റർ കൊണ്ടുവന്നത്. എൻ്റെ ആത്മീയത എവിടെയാവുമെന്നറിയാമോ? ഇതിനെയാണ് ആത്മീക വ്യഭിചാരമെന്ന് പറയുന്നത്. ഒരു വിഗ്രഹത്തിന് മുമ്പിലും നമിക്കരുത്. പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കരുത്. യാതൊന്നിനെയും, കാട്ടുമൃഗങ്ങളെ, നാട്ടുമൃഗങ്ങളെ, പറവകളെ, പ്രാണികളെ ആരാധിക്കരുത്. ആവാഹനങ്ങളെ ആരാധിക്കരുത്, സങ്കല്പമൂർത്തികളെ ആരാധിക്കരുത്, ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കരുത്. പിന്നെ ഏതിനെ? മത്തായി 4:10 നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നാണെങ്കിൽ അതിനകത്തൊരു ധ്വനി കൊണ്ടുവന്നേനെ. നിന്റെ ദൈവമായ കർത്താവിനെയും അങ്ങനെ ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ പ്രയോഗമില്ല. പറഞ്ഞിട്ടുള്ള നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ആ മാത്രത്തിൻ്റെ അടിയിൽ വര കൊടുക്കണം, പേപ്പർ കീറാതെ. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെയും, നിനക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിൻ്റെ മുമ്പിൽ പ്രണമിക്കരുത്. എൻ്റെ കർത്താവിനെ മാത്രം. അതാണ് ബാബിലോണിലെ പയ്യന്മാർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ പിടിപ്പിച്ചാലും ബാക്കി പറ ഇല്ലെങ്കിലും നമുക്ക് ചില നന്മ കിട്ടുമെന്ന് അറിയാമെങ്കിൽ ഒരു ചുവട് അങ്ങോട്ട് ചവിട്ടാനും ഒരു ചുവട് ഇങ്ങോട്ട് ചവിട്ടാനും ഒക്കെ നമുക്ക് താല്പര്യമാണ്. പക്ഷെ പയ്യന്മാർ പറയുന്നു പിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദുരാപത് സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന 60 മുഴം ഉയരമുള്ള തനി തങ്ക വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല മഹാരാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ എന്നൊക്കെ ആദ്യം രാജകീയ ഭാഷയിൽ പറഞ്ഞു. രാജകീയ ഭാഷ അറിയാവോ? രാജകീയ ഭാഷയിൽ സംസാരിക്കണം. അല്ലാതെ രാജാവിനോട് കയറി ചുമ്മാതെ കയറി എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെപ്പാടെ വിശേഷത്തിലാവും. ഇപ്പം രാജാവിനോട് സംസാരിക്കുമ്പോൾ രാജകീയ ഭാഷയുണ്ട്. അത് ഈ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? അതുകൊണ്ടാണ് രാജകീയ ഭാഷയിൽ തന്നെ മഹാരാജാവേ അങ്ങ് നീണാൾ വാഴട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം രാജകീയ ഭാഷയിൽ മാന്യമായിട്ട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രഖ്യാപനം ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് പിന്നെയും കയറി അങ്ങ് തോണ്ടുക. മനസ്സിലായില്ലേ? അല്ല ഇപ്പം അങ്ങോട്ട് ആരാധിച്ചില്ലെങ്കിൽ തമ്പുരു കിന്നരം വീണ മുജരമാതിയായത് മീട്ടുമ്പം വീണ് നമസ്കരിച്ചില്ലെങ്കിൽ 7 മടങ്ങ് വർദ്ധിപ്പിക്കും, പൊരിച്ചു കളയും, കരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വിശ്വാസത്തെ കയറി തോണ്ടിയപ്പം രാജകീയ ഭാഷയൊക്കെ പിള്ളേർ മാറ്റിവെച്ചു. ഇതുവരെ പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് നീണാൾ വാഴട്ടെ. പിന്നെയും വിശ്വാസത്തെ കയറി തോണ്ടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അല്ലയോ നെബൂഖദ്നേസറേ. ലോകത്തിൽ രാജാവിനെ പേര് വിളിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകന്മാർ മാത്രമേ ഉള്ളൂ. അല്ലയോ നെബൂഖദ്നേസറേ, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഈ ഒരു അഭിഷേക ശാക്തി ഉണ്ടല്ലോ, ആരാധ്യൻ ആരാണെന്ന ബോധ്യമാ. ഇന്ന് രാത്രി അത് പ്രാപിച്ചിട്ട് നീ മടങ്ങാവൂ. നിർത്ത് വ്യർത്ഥമായ ആരാധന. അവിടെ ഇവിടെ കുമ്പിടുന്ന നിർത്ത്. അവിടെ ഓടി ഇവിടെ ഓടി ആ ടെന്റിലും ഈ ടെന്റിലും ആ പള്ളിയിലും ഈ പള്ളിയിലും പോയത് മതിയാക്ക്. എന്നിട്ട് വ്യവസ്ഥാപിതമായി ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിൽക്ക്. വീണ്ടെടുപ്പുകാരൻ നിന്നെ സഹായിക്കും. ആരാധ്യൻ അവൻ മാത്രം. കാരണം അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ള ദൈവമാ? മഹാദൈവമാ. തീത്തോസ് 2:12 മറക്കരുത്. പിശാചി ഉമ്മ കാതിൽ വന്ന് കിന്നാരം പറയുമ്പം പിശാചെ കൊണ്ട് മാറി നിന്നേ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ചുമ്മാ ലാഘവമായിട്ട് പറയണം. കനപ്പിച്ച് മസിൽ പിടിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കും പിശാചി എന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ധൈര്യം എന്താണെന്നറിയാം? നമ്മൾ ഈ ശ്വാസിക്കുമ്പോഴത്തേക്ക് നാട് മുഴുവനും കിടുങ്ങി വായിലെ ജലാംശം മുഴുവനും പുറത്ത് ചാടി ഭയങ്കര പെരുക മഴയൊക്കെ പെയ്ത് നമുക്ക് ശ്വാസിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കും പിശാച്.
എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ഈ കർത്താവുമായിട്ടുള്ള ആന്തരിക രമ്യതയാണ്. അല്ല ചുമ്മാ കയറി മാറെന്നൊന്നും പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാതെ കയറി മാറെന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉപദേശിക്ക് പറ്റിയ പോലെ ഇരിക്കും. ഉറഞ്ഞു തുള്ളി മുടിയടിച്ചിട്ട് പറന്ന് നിൽക്കുക, കസേരയൊക്കെ തട്ടിത്തെറിപ്പിച്ചൊരു സഹോദരി ഇങ്ങനെ ഉറഞ്ഞ്. ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ലല്ലേ? പണ്ടൊക്കെ കാത്തിരിപ്പിയാവും തുടങ്ങിയാൽ ഉടനെ ഉറഞ്ഞു തുള്ളി ഇറങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെ എന്താ ദൈവദാസന്മാർ പറയാം, എന്താ അങ്ങനെ കാണാത്ത? പിശാച് കൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നതുകൊണ്ടാണോ അതോ എന്താണെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കത്തില്ല. പിശാച് ഇപ്പോൾ ഒത്തിരി മോഡേണായി. കാരണം ഇങ്ങനെ മുടി അടിച്ചിട്ട് ഉറഞ്ഞു തുള്ളു നോക്കിയാൽ നാണം കെട്ട പരിപാടി ആയതുകൊണ്ട് ആ പദ്ധതി എല്ലാം മാറ്റി വെച്ചിട്ട് പുള്ളി ടോർപ്പിടോ വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതാ എൻ്റെ വസ്തുത. അപ്പോൾ പണ്ട് ഒരു കാത്തിരിപ്പിയൊക്കെ തന്നെ വാറഞ്ഞു തുള്ളി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി, കസരയെല്ലാം മാറ്റി എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക. പുള്ളിക്കാരി നടുക്ക് നിന്ന് കളിക്കുകയാണ്, ഓണത്തിന് പശുവും പുലിയും കളിക്കുന്ന പോലെ. മനസ്സിലായില്ലേ? എല്ലാവരും ഇങ്ങനെ വട്ടം നിൽക്കുക. അപ്പോൾ ഗസ്റ്റ് പാസ്റ്റർ ഒരാളുണ്ട്. പുള്ളിക്കൊരു കൗതുകം തോന്നി, എല്ലാവരുടെയും മുമ്പിൽ തൻ്റേതായ സ്റ്റൈലൊന്ന് കാണിക്കാൻ വേണ്ടി. പുള്ളി എന്തോ എന്നറിയാം, പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പം സ്ഥലസഭ പാസ് യുബായി പിടിച്ച് വലിച്ചു നിർത്തി. പക്ഷേ അത് ഇച്ചിരി പ്രശ്നമുള്ള ഇടപാടാണ്. അതിപ്പോൾ ഇളക്കിയാൽ അതാകപ്പാടെ പ്രശ്നമാകും. ഇച്ചോടെ കഴിയുമ്പോൾ അതങ്ങ് ശാന്തമായിക്കോളും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ പകലൊന്ന് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം മതി. അപ്പോൾ ഈ പുള്ളി തിരിഞ്ഞു നിന്നുകൊണ്ട് സ്ഥലസഭ പാസ് ശാസിച്ചിട്ട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, പിശാചിനെ ഇപ്പം തന്നെ ഇറക്കിയേക്കാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പുള്ളി. അതാണല്ലോ ഇങ്ങോട്ട് പിടിച്ചാൽ വന്നില്ല പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ. പുള്ളി അങ്ങോട്ട് ചെന്ന് മുടിയൊക്കെ മുമ്പോട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി പരുവത്തിലിങ്ങനെ നിൽക്കുന്ന പിശാചിൻ്റെ ഇടയ്ക്കിലൂടെ ചെന്നു. നീ ആരാ, ഏതാ, എന്താ, എവിടുന്നാ, എന്തിനാന്നൊക്കെ 5-6 ചോദ്യം ഒറ്റയടിക്കൊരു പാക്കേജ് പോലെ അങ്ങോട്ട് ചോദിച്ചു. പിശാച് കുലുങ്ങിയത് പോലും ഇല്ല. പതിയെ മുടിയുടെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് കാണാൻ ഇച്ചിരി വഴി ഉണ്ടാക്കി പുള്ളിയുടെ മുഖത്തോട്ട് നോക്കി. എന്നാ? അപ്പോൾ പുള്ളി ചോദിച്ചതാ നാട് മുഴുവനും കിടുങ്ങത്തക്ക രീതിയിലാണ് ചോദിച്ചത്. സാത്താൻ ശാന്തമായിട്ട് ചോദിച്ചു, എന്നാ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സംഗതി കുഴപ്പമാണ്. പുള്ളി പറഞ്ഞു, ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോകരുത്. ജീവിതം സൂക്ഷിച്ചോണം, സാക്ഷ്യം സൂക്ഷിച്ചോണം. നമ്മുടെ രാത്രികളും നമ്മുടെ പകലുകളും അറിയാവുന്നത് പിശാചിനും കൂടെയാണ്, ദൈവത്തിന് മാത്രമല്ല. നിൻ്റെ മൊബൈൽ ഫോണിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ പിശാചിനറിയാം. നമ്മൾ ചിന്തിക്കുന്ന പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയാവുന്ന, നാട്ടിലെ സകല പിശാചിനും അറിയാം നിൻ്റെ പാസ്വേഡ് എന്തുവാണ്. ആരുമായിട്ടാണ് ഇടപാടെന്നുള്ളത് പിശാചിനറിയാം. എതുവഴിയാണ് വന്നത്, എതുവഴിയാണ് പോകുന്നതെന്ന് അറിയാം പിശാചിന്. ഇതൊക്കെ അറിയാവുന്ന പിശാചിനോട് ചുമ്മാ കയറി കളിക്കരുത്, നാണം കെട്ടുപോകും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, മഹാദൈവമായവനുമായി ചേർന്ന് നിൽക്കണം. കർത്താവിൻ്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ വാക്ക് പറയുമ്പോൾ അന്ധകാര ശക്തി നമിക്കണം മുൻപിൽ. ആ വിധമായൊരു ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. 2024 കർത്താവ് നടത്താൻ പോകുന്ന വ്യത്യസ്തമായിട്ട് എത്ര പേര് ഏറ്റെടുക്കും? ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? കർത്താവ് വ്യത്യസ്തമായ നിലയിൽ നടത്താൻ പോവുക. ആ കർത്താവിൻ്റെ മഹാദൈവത്വം ഒന്ന് ഏറ്റെടുത്താൽ മതി. ക്രിസ്തു മഹാദൈവമായവന്, മറന്നു പോകരുത്, മഹാദൈവമായവൻ, അവനെ മാത്രം ആരാധിക്കണം. കർത്താവുമായി മാത്രം ബന്ധം കൂടണം. കൊലോസ്യലേഖനം താഴോട്ടിങ്ങനെ പറയുമ്പോൾ 16-ാമത് വാക്യം സൃഷ്ടിതാവായ ക്രിസ്തു, 17-ാമത് വാക്യം മമ്മിമാരെ പപ്പമാരെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഷർജൻ പാസ്റ്ററിനോട് സമയം പറഞ്ഞതൊക്കെ തീർന്നുപോയി. അല്പം കൂടെ ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞു, 17-ാം വാക്യം കൂടെ മാത്രം പറഞ്ഞ് നിർത്താം. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. ക്രിസ്തു ആരാ? നാട് കേൾക്കണം, ഇന്നലെ ഉണ്ടായതല്ല ക്രിസ്തു. ആരണ്ടെല്ലാം കൂടി ആരാധിച്ച് സ്വോത്രം പറഞ്ഞ് സ്തുതിച്ച് പുകഴ്ത്തി സ്തുതി എന്ന സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയപ്പോൾ ദൈവമായതല്ല യേശു. അവൻ മുൻപേ ഉള്ളവനാണ്. മുമ്പേ ഉണ്ടായവനല്ല, മുമ്പേ ഉണ്ടാക്കപ്പെട്ടവനുമല്ല, മുമ്പേ ഉള്ളവൻ. ഉള്ളവൻ എന്ന് പറയണമെങ്കിൽ ഉണ്മയായവൻ എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഉണ്ടായവൻ എന്ന് പറഞ്ഞാൽ ആരംഭമായി പോയി. ആരംഭമുള്ളതിനെല്ലാം അവസാനമുണ്ട്. ഉണ്ടാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാലും ആരംഭമുണ്ട്, ആരംഭമായാൽ അവസാനമുണ്ട്. പക്ഷെ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആരംഭത്തിനതീതൻ. ആരംഭമില്ല, അവസാനമില്ല, ജനനമില്ല, മരണമില്ല, തുടക്കമില്ല, ഒടുക്കമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജയന്തിയില്ല, സമാധിയില്ല. അതാണ് എൻ്റെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന് കൊടുക്കാൻ പറ്റുന്നൊരു പേര് അവൻ നിത്യനാണെന്നുള്ളതാണ്. ഇന്നലെ തുടങ്ങി നാളെ ഒടുങ്ങിയതല്ല. ബെത്ലഹേമിൽ തുടങ്ങി ഗോൽഗോഥായിൽ തീർന്നതല്ല എൻ്റെ യേശു. ബെത്ലഹേമിന് മുൻപേ എൻ്റെ കർത്താവ് ഉണ്ട്.
ഗോൽഗോഥായ്ക്ക് ശേഷവും എൻ്റെ യേശുവുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ബത്ലഹേമിൽ തുടങ്ങിയ ഒരു യേശുവിനെയാണ് ക്രിസ്മസ് വിളക്കും ഇവിടുത്തെ വിപണനശാലയൊക്കെ കാണിക്കുന്നതെങ്കിൽ അതിന് മുൻപേ ഉള്ള ഒരു യേശുവുമായിട്ടാണ് നമുക്ക് ബന്ധം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അതിന് മുൻപേ ഉള്ളവൻ, ഹല്ലേലൂയ, സത്യദൈവത്തിൻ്റെ അവതാരമാണ് ബത്ലഹേമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിന് മുൻപേ അവൻ മഹാദൈവമായിട്ട് തന്നെ ഉണ്ട്. സകലത്തെയും സൃഷ്ടി ചെയ്തവൻ, സകലവും അവൻ മുഖാന്തരം അവനായിട്ട് അവൻ നിമിത്തമുണ്ടായി എന്നാണ് 16 വാക്യത്തിലുള്ളത്. അതുകൊണ്ട് അവൻ മുൻപേ ഉള്ളവനാണ്. 17 വാക്യത്തിൽ പറയുന്നവൻ മുൻപേ ഉള്ളവൻ. മമ്മിമാര് കേൾക്കണം, പപ്പാമാര് കേൾക്കണം. അതിനൊരു ചിന്തയാണ്. 17 വാക്യത്തിൽ 2ാം ഭാഗം, അവൻ സർവത്തിനും ആധാരമായവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാറ്റിനും ആധാരമായവൻ. പ്രസ്ഥാനത്തിൻ്റെ ആധാരം കർത്താവാ, അല്ലാതെ അമേരിക്ക എന്ന് വരുന്ന പണമല്ല. നമ്മുടെ ആധാരം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം കർത്താവാണ്, അല്ല നമ്മുടെ കുടുംബ ഡോക്ടർ അല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിംസിലും കിംസിലും മിംസിലും ഒക്കെ സ്ഥിരം സന്ദർശകരാകാം, കുഴപ്പമില്ല, പൊയ്ക്കൂ. പക്ഷെ നിന്റെ ആരോഗ്യം, നിന്റെ യൂട്രസിൻ്റെ, കിഡ്നിയുടെ, കരൾ വീക്കത്തിൻ്റെ, തലച്ചോറിൻ്റെ, ഹാർട്ടിൻ്റെ, വാൽവിൻ്റെ ഒക്കെ ആധാരം കർത്താവിൻ്റെ കയ്യിലാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദ ലോർഡ്. ഉണ്ടാക്കുന്ന പണം മുഴുവനും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വ്യവസായിയുടെ കീശയിലേക്ക് കൊണ്ടു കൊടുക്കാതെ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കാനിരുന്നാൽ ശത്രു നിന്റെ മുമ്പിൽ വീഴുന്ന കൂട്ടത്തിൽ രോഗബന്ധനങ്ങൾ അടിഞ്ഞു മാറിപ്പോകാൻ ഇടയാകും. മനസ്സിലായില്ലേ? വിടുതൽ രോഗസൗഖ്യത്തിലൂടെ പ്രാപിക്കാനിടയാകണം. രോഗശാന്തി വിശ്വസിച്ച് തുടങ്ങിയതാണ് കേരളത്തിലെ പെന്തക്കോസ്ത് ചരിത്രം എന്നുള്ളത് മറന്നു പോകരുത്. അടിപ്പിണരുകളാൽ സൗഖ്യം വരുത്തിയിരിക്കുന്ന വാക്യം മാത്രം പോരാ, രോഗശയ്യയിൽ അവൻ എനിക്ക് സഹായകനാണെന്ന് പാടിയ മാത്രം പോരാ, ആ സൗഖ്യം നാം ഏറ്റെടുക്കുവാനിടയാകണം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം, നമ്മുടെ ആഹാരത്തിൻ്റെ ആധാരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിനെ സത്യമായി, വിശുദ്ധമായി, വിശ്വസ്തമായി, വിശ്വാസമായി സേവിച്ചാൽ നിന്റെ തലമുറ അന്യാധീനപ്പെടത്തില്ല. വിഭാവന ചെയ്യുന്നതിനേക്കാൾ ഉന്നതമായ പദവിയിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക്, റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഞാൻ ഇന്ന് രാത്രി വേദിയിൽ നിന്ന് പറയുന്നതിന് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? നാളുകളായി നീ ചുമന്നു നടന്ന വേദപുസ്തകത്തെ ചുമന്നുകൊണ്ടിറങ്ങാൻ വീട്ടിലൊരു കുരുന്നില്ലെന്നോർത്ത് വേവലാതിപ്പെടേണ്ട. തലമുറകളിൽ ചിലരെ ദൈവം ഇത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. തലമുറകളിൽ ചിലര് നിന്റെ സാമ്പത്തിക ബാധ്യത നീക്കാനായി ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. എന്നും അരാജകത്വത്തിൻ്റെ നാൾ വഴിയിലൂടെയല്ല. അവരെ വളർത്തി വലുതാക്കാൻ പാടുപെട്ടതും തൊഴിലുറപ്പിന് പോയതും വല്ലവൻ്റെയും അടിമപ്പണി ചെയ്തതൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അതല്ല ഒരുക്കുന്നത്, അതിനപ്പുറത്തൊരു വിശാലമായ വഴിത്താരയുണ്ട്. എത്ര മമ്മിമാർ ഏറ്റെടുക്കും? വിശാലതയിലേക്ക് നിന്റെ തലമുറയെ കൊണ്ടുവരുവാൻ, അവരെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താൻ കർത്താവിന് കഴിയും. കാരണം ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ആധാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അനുഗ്രഹത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ആയുസിൻ്റെ, ആഹാരത്തിൻ്റെ, ശുശ്രൂഷയുടെ, ഭാവിയുടെ, പ്രസ്ഥാനത്തിൻ്റെ, ശുശ്രൂഷിക്കുന്ന സഭയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അത് നാട്ടിലെ സുവിശേഷ വിരോധികളുടെ കയ്യിലല്ല, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലല്ല. സഭയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ഇങ്ങനെ താഴോട്ട് പഠിച്ചു പോയാൽ ക്രിസ്തുവിൻ്റെ മഹത്വം അതിശ്രേഷ്ഠമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ബുക്കും പുസ്തകവും പേനയും എല്ലാം ആ കസേരയിലേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ധൈര്യത്തോടെ ചാടിയൊന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നദ്ധയിൽ കൊയർ മുൻപോട്ട് വരുന്നു. പാട്ടിൻ്റെ ചില ശരണങ്ങൾ പാടുന്നു. അവരൊന്ന് സജ്ജമാകട്ടെ. പക്ഷെ അതുവരെ കേട്ട വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഈ സന്ദേശത്തിൻ്റെ അവസാനം എത്തിയിട്ട് ഞാൻ നിർത്തുകയല്ല. സമയമധികം മുൻപിലില്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകുമ്പോൾ ഇതുവരെ കേട്ട ക്രിസ്തുവിനെ കുറിച്ചൊന്ന് ആരാധിച്ച് തുടങ്ങിക്കൂ. പാട്ടിൻ്റെ താളം മാത്രം കേട്ട് അന്യഭാഷ പറയണ്ട. അല്പസമയം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൂ. സ്റ്റേജിൽ ഒരു കാഴ്ചയും കാണാൻ കണ്ണ് തുറക്കണ്ട, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഈ കർത്താവ് ഇത്ര മഹത്വവാനാണെങ്കിൽ ഈ യേശുവിനെ എനിക്ക് വേണം ഉപദേശി എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവരെ കരമൊന്ന് ഉയർത്തിക്കൂ. ഈ കർത്താവിനെ എനിക്ക് വേണം, ഈ കർത്താവ് എൻ്റെ കർത്താവ്. ഇനിയുള്ള ശിഷ്ടകാലം ഈ കർത്താവിന് വേണ്ടിയ അവനെ മാത്രം ആരാധിച്ച് മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ധകാര ശക്തിയുടെ പടപൊരുതുവാൻ ആത്മബലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. കേട്ടോണേ ദൈവാത്മാവ് എനിക്ക് തരുന്നൊരു നിയോഗത്തോടെ ഞാൻ ചോദിക്കട്ടെ. 2024 വന്നണയുന്നതിന് മുൻപ്, പുതുവർഷത്തിന്റെ കേക്ക് മുറിക്കുന്നതിന് മുൻപ് ചില ദിവസങ്ങൾ വേറിട്ടിരുന്ന് ഉപവസിക്കാൻ തീരുമാനമെടുക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ഒരു വർഷത്തെ എല്ലാ പോരായ്മകളും ഒന്ന് കഴുകി ഇറക്കി വെച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. കർത്താവിനോട് ക്ഷമാപണം നടത്തി പുതിയ ശക്തിക്ക് വേണ്ടി ഒന്ന് താണിരിക്കാൻ ആഗ്രഹിക്കുന്നവർ 1 ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ 3 ദിവസമോ അല്ല പാസേ
ബാക്കിയുള്ള ഒരു 7 ദിവസമെങ്കിലും ഞാൻ ദൈവസ്ഥാനത്തിൽ നിന്ന് ഉപവസിക്കാൻ ആഗ്രഹിക്കുകയാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് തീരുമാനമെടുക്കുന്നവരെ കരമൊന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിട കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മക്കളുമാർ ഒത്തിരി പേരുണ്ട്, പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ. പരീക്ഷയുടെ സമയപാസങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഒത്തിരി പഠിക്കുന്നുണ്ട്, ഉറക്കളച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷ ഹോളിലെത്തുമ്പോൾ ഒരു വിറയല, ഒരു പമ്മല, ഒരാശങ്കയ, ഒരാകുലതയാ. ചിലതൊക്കെ അങ്ങ് മറന്നു പോവുകയാ, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു പോരാട്ടം. മോളെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള പ്രതിസന്ധിയാ. മോനെ, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. നീ പഠിച്ചത് നന്നായി, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ദൈവദാസന്മാരെ എന്ന് തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്തിക്കേ. മോനെ, മക്കളെ, മോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കണം. അങ്ങ് പുറകിലൊക്കെ ഉയരുന്ന കരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ആദരിക്കട്ടെ. ഈ ദിവസങ്ങൾ നടത്തുന്ന പരീക്ഷയ്ക്ക് നീ ഒരു വിശേഷ വിധിയായി വിളങ്ങും. വിശ്വസിക്കുന്നവർ ഈ കുഞ്ഞുങ്ങൾ കരമുയർത്തിയ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. മുതിർന്നവര്, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി യോഗത്തിനിവിടെ വന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് വീട്ടിലിരിക്കാമായിരുന്നു. ഇന്ന് രാത്രി അവർ ഇവിടേക്ക് വന്നത് വിശേഷമായ അനുഗ്രഹത്തോടെ മടങ്ങാന് കർത്താവിന്റെ കരം അവരുടെ മേൽ വയ്ക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ബുദ്ധിമണ്ഡലത്തെ തുറക്കണമേ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമേ, ജ്ഞാനം കൃപ കൊടുക്കണമേ. വിശേഷമായി പരിജ്ഞാനം കൊടുക്കണമേ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ഗമനാഗമനങ്ങളെ കാത്തുകൊള്ളണമേ. മാതാപിതാക്കൾ സഭ ആഗ്രഹിക്കുന്നില്ല, ദേശം ആഗ്രഹിക്കുന്നതിലും അത്ഭുതകരമായ ഒരു വഴിത്താരെ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷക വൃന്ദങ്ങളെ അനുഗ്രഹിക്കുന്ന 2023 പ്രസംഗമല്ല അവർ ചെയ്യാൻ പോകുന്ന 2024. ഇന്ന് വരെ വായിച്ചിട്ടും ലഭിക്കപ്പെടാത്ത ചില വേദവിജ്ഞാന ചിന്തകൾ, ക്രിസ്തു പരിജ്ഞാന വിചാരങ്ങൾ, ദൈവവചനത്തിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ ദൈവം അവർക്ക് പകർന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവരെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ ദേശവാസികൾ, ആത്മഹത്യയുടെ വക്കിലെത്തിയവർ, സാമ്പത്തിക കെടുതിയിലുള്ളവർ, രോഗപീഠകൾ ഉള്ളവർ, പിശാച് പടി ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് കാലങ്ങളായി വീട്ടിനകത്ത് കഴിയുന്ന അന്ധകാര ശാക്തി, അവയ്ക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി പിശാചിൻ്റെ ഒരു പടിയിറക്കം ചില വീടുകളിൽ ഉണ്ടാകട്ടെ. രോഗബന്ധനങ്ങളുടെ ഒരു ഇറക്കം ഉണ്ടാകട്ടെ. ചില അവയവ വ്യവസ്ഥിതികൾ സ്വതന്ത്രമാകട്ടെ. ചില യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് ഇന്ന് രാത്രി അപ്രത്യക്ഷമാകട്ടെ. ചില ക്യാൻസറിന്റെ മുന്നേറ്റം ശമിക്കട്ടെ. ചില ട്യൂമറിന്റെ വളർച്ചയെ ഞങ്ങൾ ശാസിക്കുകയാണ്. ചില ഡയബറ്റിക്കിന്റെ പ്രതിസന്ധി കൊണ്ട് ശരീരത്തിന്റെ വേവലാതികൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ പലരും വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവര് വീട്ടിൽ ആകപ്പാടെ വല്ലാത്ത ആശങ്കയോടെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകട്ടെ. ഞങ്ങളുടെ ചില വീടിന്റെ മുറ്റത്ത് വിവാഹ പന്തലുകൾ ഉയരട്ടെ. വിവാഹ പന്തലിന് പകരം മരണപ്പന്തൽ ഉയർത്തുമെന്ന് പറയുന്ന ദുഷ്ടശക്തിയുടെ താല്പര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഞങ്ങൾ ഈ ദിവസങ്ങൾ നിലത്ത് വീഴുന്നു കർത്താവേ. പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഉപവാസത്തിനായി നിലത്ത് വീഴുകയാണ്. ഞങ്ങളുടെ മീതെ ഉയർന്നു നിൽക്കുന്ന ചില അതീശത്വ ശക്തികൾ, അന്ധകാരത്തിന്റെ അധികാരങ്ങൾ അടപടലെ തറയിൽ വീഴട്ടെ. അന്ധകാര ശക്തി കേട്ടുപൊട്ടി വീട് മറിയട്ടെ. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ജനം സന്തോഷത്തോടെ മടങ്ങട്ടെ. കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ.